ഹലോ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. അത് ജനുവരി 1, 2023 കുറച്ചാണ്. ഭാസ്കർ ബാബു സൂര്യോദയ് ബാങ്ക് CEO MD ആയിട്ട് റീഅപ്പോയിൻ്റ് ചെയ്തു. സഞ്ജയ് സിങ്സ് ആയിട്ടുള്ള പ്രസിഡൻറ്റ് IOAയുടെ സന്തോഷ് കുമാർ യാദവ് NHAയുടെ ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അതുപോലെ SBI ഫണ്ട്സ് ഷംസീർ സിംഗ് പുതിയ ന്യൂ MD CEO ആയി SBIയുടെ. പിന്നെ യൂണിയൻ ഗവൺമെൻറ് അപ്പോയിൻ്റ് അനിൽ കുമാർ ലഹോദീനെ ന്യൂ ചെയർമാൻ ഓഫ് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാനായിട്ട് അനിൽ കുമാർ ലഹോദീനെ അപ്പോയിൻ്റ് ചെയ്തു. പുഷ്പദൽ പ്രചണ്ഡ അപ്പോയിൻറ്റഡ് നേപ്പാൾസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. പുഷ്പ ദഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ നേപ്പാളിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അടുത്ത ദിവസം നോക്കാം നമുക്ക്. ക്രൊയേഷ്യ അഡോപ്റ്റഡ് യൂസ് കോമൺ കറൻസി യൂറോയായിട്ട് അത് സ്വീകരിച്ചു. അതുപോലെ 205ാമത്തെ ആനിവേഴ്സറി കോറിഗ വോൺ വിമേഡ സെലിബ്രേറ്റ് ചെയ്തത് ഈ പറഞ്ഞ നമ്മൾ 2023 ജനുവരി. സെൻറ്റർ ഓഫ് VBP സൈൻ പാക്ട് ഫോർ ദി ലുംബി പ്രോവാക്ട് കാറ്റൽ വാക്സിൻസിൻ്റെ സെൻറ്ററായിട്ട് അവിടെ സൈൻ ചെയ്തു പറഞ്ഞാൽ അജയ് കുമാർ ശ്രീവാസ്തവ ന്യൂ MD ആയി ഇതിൻ്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അജയ് കുമാർ ശ്രീവാസ്തവ. എയർ മാർഷലായിട്ടുള്ള പങ്കജ് മോഹൻ ഈ പറഞ്ഞ പോലെ IAF വെസ്റ്റേൺ കൺട്രോളിൻ്റെ കമാൻഡറായിട്ട് നിയമിതനായി. എയർ മാർഷൽ പങ്കജ് മോഹൻ. നമുക്ക് 3-ാം തീയതി നോക്കാം. ഗ്ലോബൽ ഫാമിലി ഡേ ആയിട്ട് 2023 സെലിബ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 1-നാണ്. ഗ്ലോബൽ ഫാമിലി ഡേ 2023. പിന്നെ ഇന്ത്യയിൽ നിന്ന് കോഫി എക്സ്പോർട്ട് ചെയ്ത റോസ് ആൾമോസ്റ്റ് 2%, 4 ലക്ഷം ടണ്ണാണ് 2022 കോഫി എക്സ്പോർട്ട് നടന്നത്. പിന്നെ ഡെക്സഡ് BCC ഇൻട്രൊഡ്യൂസ് ന്യൂ സെലക്ഷൻ ക്രൈറ്റീരിയ ഇന്ത്യൻ ടീമിനെ നോക്കി. ഈസി ലോഞ്ച് മിഷൻ 929, അത് ത്രിപുര 90% പോയി. DRDO 65ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആയിട്ടാണ് ജനുവരി 1 DRDO സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേസിൽ ഹൈഡ്രജൻ പവർ ട്രെയിൻസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹെറിറ്റേജ് ലൈൻസിൽ മണിപ്പൂർ ഗാൻഗ്യാഗി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്തു. അതുപോലെ പ്രസിഡൻറ്റ് 18ാമത്തെ നാഷണൽ സ്കൗട്ട് ഗൈഡ്സ് ജംബോർഡിയുടെ ഇനോഗ്രേറ്റ് ചെയ്തു പ്രസിഡൻറ്റ്. UNSCയിലെ മെമ്പർ ജോയിൻ ചെയ്തു. അതുപോലെ ഇന്ത്യൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹയസ്റ്റ് ലെവലിൽ 16 മാസത്തിനുള്ളിൽ CMIയുടെ കണക്കനുസരിച്ചിട്ട് 16 മാസത്തിനുള്ളിൽ ഹൈ റേറ്റിൽ വന്നെന്നാണ് പറയുന്നത്. അടുത്തത് വൈറോവോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിസം, അത് വൈറസിനെ തിന്നുന്നൊരു ഓർഗാനിസം വൈറോവോർ, അത് ഡിസ്കവർ ചെയ്തു. വൈറോവോർ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്പെയിനിൽ ഇൻ്റർനാഷണൽ കൊൽക്കട്ട ബുക്ക് ഫെയർ തീംസ് കൺട്രീസ് ആയിട്ട് അത്. പിന്നെ മെമ്മോറണ്ടം ഓഫ് യൂണിയൻസുള്ള സൈൻ ചെയ്ത് ഫെസിലിറ്റേറ്റ് എഡ്യൂക്കേഷൻ ഫോർ അഗ്നിവേഴ്സിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ജമ്മു കാശ്മീരും ഡോഡ ഡിസ്ട്രിക്റ്റ് അവിടെയുള്ള ലൈബ്രറി ലോഞ്ച് ചെയ്തു അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യയും ഫ്രാൻസും 36ാമത്തെ സ്ട്രാറ്റജിക് ഡയലോഗ് ന്യൂഡൽഹിയിൽ അവർ ഹോൾഡ് ചെയ്തു. അടുത്തത് നാഷണൽ വർക്ക്ഷോപ്പ് ഏത് പ്രൊജക്ട് ഡ്രൈവ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ഓർഗനൈസ് ചെയ്തു. പ്രസിഡൻറ്റ് മുർമു എന്താ ചെയ്തത്? ഡിജിറ്റൽ ഇന്ത്യ അവാർഡ്സ് 2023 7-ാം തീയതിയാണ് കൊടുക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ അവാർഡ്സ്. ഇന്ത്യ 3ാമത്തെ ഓട്ടോ മാർക്കറ്റ് ഗ്ലോബലി ആയിട്ട് ഓട്ടോ മാർക്കറ്റിൽ 3ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് കൊടുത്തത്, ജപ്പാനെ മറികടന്നിട്ട്. മഹാരാഷ്ട്ര 122 പുതിയ ന്യൂ സ്പോർട്സ് കോംപ്ലക്സസ് സാധാരണ ഗ്രാമപ്രദേശങ്ങളിൽ ഇറക്കി. അനുരാഗ് താക്കൂർ Y20 സുമിറ്റ്സിൻ്റെ തീമും ലോഗോയും വെബ്സൈറ്റും ലോഞ്ച് ചെയ്തു. അടുത്തത് ഇന്ത്യ ഹോസ്റ്റ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ്. അതുപോലെ തന്നെ സുപ്രീം കോർട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 19 അംബിറ്റ് അത് എക്സ്പാൻഡ് ചെയ്തു. അതുപോലെ PPCL ലോഞ്ചസ് ലോ സ്മോക്ക് സുപ്പീരിയർ കെറോസിൻ SKO ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട്. പിന്നെ ആക്സിസ് മാർക്ക് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള അവർ പുതിയ ഡിജിറ്റൽ കറൻറ്റ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തു. SEBI ഇഷ്യൂസ് ഡെപ്റ്റ് ബ്രോക്കേഴ്സ് ലൈസൻസ് ടു ഗോൾഡൻ PA ടെക്നോളജീസ്. ഗോൾഡൻ PA ടെക്നോളജീസ് തമ്മിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ SEBI ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. SEBI അറിയാലോ, ബാങ്കാണ്, അഗ്രികൾച്ചർ ബാങ്കാണ് കാണിക്കുന്നത്. അടുത്തത് ഇന്ത്യസ് ഡിസംബർ സർവീസസ് സെക്ടർ ഗ്രോത്ത് അറ്റ് ഹൈ ലെവൽ 6 months 6 മാസത്തിനിടയിൽ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്ത് കൂടി എന്നാണ് പറയുന്നത്. UPI ട്രാൻസാക്ഷൻസ് റൈസ് 7.82 billion in December 2020. GST കളക്ഷൻസ് ഡിസംബർ
എന്തായിരുന്നു 15%. അത് 1.49 ലക്ഷം കോടിയിലേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ഹിസബുൾ മുജാഹിദീൻ ഓപ്പറേറ്റ് ആസിഫ് മക്ബൂൾ ഡിസിഗ്നേറ്റഡ് ആസ് ടെററിസ്റ്റായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞത് CGDY ചന്ദ്രചൂഡ് എന്ത് ചെയ്തു, അവാർഡ് ഓഫ് ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ് ചെയ്തു. മദ്രാസ് സംസ്കൃത് കോളേജിന് സ്പിരിറ്റ് ഓഫ് മൈലാപ്പൂർ അവാർഡ് കിട്ടി. അതുപോലെ റഹ്മാൻ റാഹി കാശ്മീർ ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ള കാശ്മീരിലെ ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് നേടിയിട്ടുള്ള റഹ്മാൻ റാഹി മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ടുള്ള. താങ്ക് യു.